പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. എന്നെ ഒരുപാട് പേര് വിളിച്ച് അവരുടെ സങ്കടങ്ങൾ, അവരിപ്പോൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ദുഃഖങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് ഇങ്ങോട്ട് വരാനും സ്വാമിയെ വന്ന് തൊഴാനുമായിട്ട് അവരോട് അപേക്ഷിക്കാറുണ്ട്. കാരണം സ്വാമിയുടെ അടുത്ത് വരുമ്പോഴാണ് സ്വാമിയിൽ ഉള്ള ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. പലരും വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളവർക്ക് മാത്രം നമുക്ക് വേണമെങ്കിൽ സങ്കല്പ രീതികളിൽ പൂജകൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അല്ലാതെ ഒരു എനർജിയെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ പലരും സംസാരിക്കുന്ന ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നും ആവാൻ പറ്റാതെ ഇരുന്ന അവസ്ഥയെക്കുറിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും കൂടെ ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കഴിവുകളും നമുക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മളൊന്ന് പ്രകൃതിയെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബോധ്യപ്പെടും, പലതരത്തിലുള്ള ആൾക്കാർ, പലതരത്തിലുള്ള ജീവജാലങ്ങൾ, പലതരത്തിലുള്ള ആൾക്കാരുടെ ജീവിത രീതികളും നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, പലതരത്തിലുള്ള വിജയങ്ങളുണ്ടാവും. അപ്പോൾ വിജയങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, പരാജയങ്ങൾ കൂടിയാണ്. ആ പരാജയങ്ങളെ നമ്മൾ എങ്ങനെ നേരിടേണ്ടത്? ആ സമയത്ത് മാത്രം നമുക്ക് കഴിവുകളില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് പോകുമ്പോഴാണ് പരാജയം ഒരു പ്രശ്നമായി മാറുന്നത്. നമുക്കൊരു ഗുണമുണ്ടായാൽ മതി. എന്തെങ്കിലും ഒരു ഗുണമില്ലാതെ ആരും ജനിക്കുന്നില്ല. ഞാൻ ഇവിടെ വരുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഗുണങ്ങളുണ്ട്, ആ ഗുണം മാത്രം കണ്ടെത്തുക. നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ എന്തിനാണ് കണ്ടെത്തേണ്ടത്? അത് കണ്ടെത്താനായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തു നിന്ന് നിങ്ങളുടെ കുറവുകളെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ എന്നും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ഗുണമുള്ള ഒരാളെങ്കിലുമായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഗുണത്തെ നിങ്ങൾ പരിപോഷിക്കുകയും ആ ഗുണത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ആ ഗുണം മറ്റുള്ളവർക്ക് ഒരു ഗുണമായിട്ട് മാറണം. നമുക്കിപ്പോൾ ഉള്ള ഒരു കഴിവ് എന്താണ്? നല്ല രീതിയിൽ വ്യക്തികളോട് പെരുമാറാനുള്ള ഒരു ശേഷിയാണെങ്കിൽ ആ പെരുമാറ്റം വേണ്ട മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്, ആ കഴിവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ് നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങളെ തൊടാൻ ആർക്കും പറ്റില്ല. അതാണ് നിങ്ങളുടെ കഴിവ്. ഫസ്റ്റ് നിങ്ങൾ കഴിവ് കണ്ടെത്തണം. നിങ്ങൾക്ക് പാട്ടുപാടാനാണ് കഴിവുമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു ബാങ്കിലെ മാനേജറായിട്ട് ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ മേഖലയിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ നല്ല കഴിവുള്ളത് ഇന്ന മേഖലയിലാണെന്നും ആ മേഖലയിൽ ഉറച്ചു നിൽക്കുകയും ആ മേഖലയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശക്തി കൂട്ടാനുള്ള എല്ലാ മാർഗങ്ങളും ദൈവീകപരമായിട്ട് നിങ്ങളിലേക്ക് എത്തും. നമുക്ക് ആ ഗുണത്തെ കണ്ടെത്തുക. മറ്റുള്ളവർ പറയുന്നതല്ല നമ്മുടെ ഗുണം. മറ്റുള്ളവർ എന്തു വേണേലും പറഞ്ഞോട്ടെ, അവര് കുറ്റം പറയും, കളിയാക്കും. അതെന്തിനു വേണ്ടിയാ? നമ്മളുടെ ഗുണത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആണ് എന്നുള്ള ചിന്ത നമുക്ക് വന്നാൽ എല്ലാവരും നമ്മൾക്കെതിരെ സംസാരിക്കുന്നതെല്ലാതും നമുക്കുള്ള കയ്യടികളായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് ചിന്തിച്ചാൽ മതി. ഒരാൾ കളിയാക്കുമ്പോൾ അവരോട് പറയണം, വളരെയധികം നന്ദി, കളിയാക്കിയതിന് നന്ദി, എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നാളെ വിജയിക്കാൻ പോകുന്നത് എന്നൊരു ചിന്താഗതി നമുക്കുണ്ടായാൽ കളിയാക്കുന്നവരെ കൊണ്ട് മാക്സിമം കളിയാപ്പിക്കണം, വെറുക്കുന്നവരെ കൊണ്ടും കൂടുതൽ വെറുപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം വെറുപ്പും കളിയാക്കലും പരിഹാസങ്ങളും നമ്മളെ ഒറ്റപ്പെടുത്തലുകളും ഉള്ള വ്യക്തികൾ മാത്രമാണ് ഈ ഭൂമിയിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിത വിജയങ്ങൾ നേടിയിട്ടുള്ളൂ. എല്ലാം കൊണ്ടും നമ്മൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ വളരുന്ന ഒരു ചെടിയും നമ്മളുടെ എല്ലാം കൊണ്ടും സപ്പോർട്ട് കിട്ടുന്ന ഒരു കുട്ടിയും ഇന്നേ വരെ വെട്ടിപ്പിടിച്ചിട്ടില്ല. ഒരു കാട്ടിലെ ഒരു ചെടി അതിന്റെ വെള്ളവും വളവും നേടിയെടുക്കാൻ വേണ്ടി അതിശക്തമായിട്ട് ആഗ്രഹത്തോടെ പ്രവർത്തിച്ചപ്പോഴാണ് ഒരു വലിയൊരു വടവൃക്ഷമായി വർഷങ്ങളോളം തണൽ നൽകുന്ന ഒരു മരമായി മാറിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ആരും അവനെ സഹായിച്ചില്ല, ആരും അവനെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചില്ല. അവന്റെ ഉള്ളിലെ തീയാണ് അത് വലിയൊരു കാട്ടുതീയായി മാറി അവന്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടങ്ങളിലേക്ക് എത്താനും നാളെ സമൂഹത്തിന് ഏറ്റവും ഉപകാരിയുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന് മാറാനും മാറ്റി ചിന്തിക്കാനും പ്രേരിപ്പിച്ചത്. അതുപോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഉണ്ടാക്കിയെടുക്കുക, അവരുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് കൊടുക്കുക, അവരുടെ ജീവിതം മാറ്റിമറിക്കുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ്
പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ സ്വാമിയും അതിന്റെ കൂടെ നിൽക്കുന്ന നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ, എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.